ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഒരു കിടിലൻ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടോമണനും കൂടെ ഇന്ന് കളിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ജിപ്സി വേഴ്സസ് പജേറോ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളാണ് ജിപ്സി ഓടിക്കുന്നത്, അപ്പോൾ ടോമണനാണ് പജേറോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടിക്കും ഏതിനാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളതെന്ന് കൂടെ ചെക്ക് ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ റോഡ് ടു 1K ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അണ്ണ എനിക്ക് വഴി അറിയത്തില്ല കേട്ടോ, വഴി പറഞ്ഞേ. നീ നേരെ പോയിട്ട് ഈ ഇറക്കം ഇറങ്ങി കഴിയുമ്പം ഒരു ലെഫ്റ്റിലേക്ക് ഒരു ട്രാക്ക് കിടക്കും. ആ ട്രാക്കിൽ നിന്ന് കയറുന്നത് റൈറ്റിൽ അല്ല ലെഫ്റ്റിലേക്ക്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കോ? ഇവിടെ നല്ല ഈ കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ 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 ഓക്കെ. എന്താടാ നിന്റെ വണ്ടിക്ക് ഒരു ചായ വലിവ് ഒരു സൈഡിലോട്ട്? ഇല്ല ഇല്ല, ആക്സിൽ എന്തോ പറ്റി കിടക്കുക, പേടിക്കണ്ട. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡാണ്. സാധാരണ നമ്മൾ ലോറിയും ട്രക്കൊക്കെ കൊണ്ടാണ് ഈ റൂട്ടിൽ വരാറ്, പക്ഷേ ഇന്ന് നമ്മൾ കാറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇടിക്കല്. ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ഓഫ് റോഡ് കയറാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു ട്രാക്കാണ്. കണ്ടോ? ഇവിടെ നിന്ന് എങ്ങോട്ടാണോ? ഇവിടെ നിന്ന് റൈറ്റ് ആണോ? ഇറങ്ങി ഞാൻ ഇറക്കി ഇറങ്ങിയിട്ട് റൈറ്റ് ഉണ്ടോ ഫോണിലേക്ക് കിടക്കും. ആ റോഡൊന്നും കയറിക്കും. ഞാൻ ഫ്രണ്ട് വിട്ടതിന് വേറൊരു കാര്യം ഉണ്ട്, നമ്മുടെ വണ്ടി എന്തായാലും ഇത് കയറാൻ പോകുന്നില്ല. അപ്പൊ അവന്റെ മുട്ടി പിടിച്ച് നമുക്ക് കയറാം. നമ്മളത് ഓഫ് റോഡ് സ്പെക്കാ. എന്റത് നോർമൽ സ്പെക്ക് ആണ്, പക്ഷെ നോർമൽ സ്പെക്കിൽ പവർ ഇപ്പൊ കാണാം. നമ്മളെ വണ്ടി ചെറുതാട്ടോ, അതുകൊണ്ട് കേറുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. തീരെ ചെറുതാകെ. അപ്പോ റേസ് തുടങ്ങാനായിട്ട് പോവാണ്. രണ്ട് വണ്ടിയും ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി അങ്ങോട്ട് ഫുള്ള് എക്സ്ട്രീം ഓഫ് റോഡ്. അപ്പൊ പതിയെ നമുക്ക് അങ്ങോട്ട് കേറാം. ഞാൻ പറയും കേട്ടാ, ഞാൻ ഡിഫറൻഷ്യൽ ഓൺ ആക്കിയോട്ടെ. ഡിഫറൻഷ്യൽ ഓൺ ആക്കി എല്ലാം നമ്മളെ വണ്ടി സ്മൂത്ത് ആയിട്ട് കയറും കേട്ടാ, അത്രേ ഉള്ളൂ. ഞാൻ പോകത്തില്ല, ചെറിയൊരു പിടുത്തം പിടിക്കും കേട്ടാ, എന്നാലും കേറും, അത്രേ ഉള്ളൂ. നിന്റെ വണ്ടിക്ക് അത്രയും വിഞ്ച് ആണെങ്കിൽ പിടിച്ചോട്ടാ, അങ്ങനെ ഹോണൊക്കെ അടിച്ചു തരാം. വേണ്ട 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 എനിക്ക് കേറി കേട്ടാ, പജേറ കേറി. അയ്യോ, ഇതാണ് ഞാൻ പറഞ്ഞത്, എന്റെ വണ്ടി പെട്ടെന്ന് മറിയും. ചെറിയ വണ്ടി പവർ വെയിറ്റ് ഉള്ളതുകൊണ്ട് കേറി വരും. എന്റെ വണ്ടിക്ക് വെയിറ്റ് ഇല്ലെന്ന്. അയ്യോ, ഞാൻ കണ്ടത്തൊക്കെ കേറി പോകുന്നു. വെയിറ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുഴിയിൽ നമ്മൾ അറിയാതെ വീണ് കഴിഞ്ഞാൽ വണ്ടി മറിയും. അത് കൺട്രോൾ. നമുക്ക് വലിയ ആവേശമൊന്നും വേണ്ട, പതിയെ അങ്ങ് പോയാൽ മതി. കുളത്തിൽ കിടക്കും പോണണ്ട. നമ്മള് അളന്ന് മുറിച്ച് വേണം കയറാനായിട്ട്. ഇറക്കമാണ്. ഒന്ന് വെയിറ്റ്. ഒരുപാട് ഇറക്കില്ലേ. പജേറ ഏറി നിൽക്കുന്നു. എന്നെ കൊണ്ട് കുഴിയെ കൊണ്ട് തള്ളി കഴിച്ചാണ്. പതിയെ പോവാ. പതിയെ പോക്ക് നടക്കൂ. കാര്യം വലിയ ആവേശം കാണിക്കരുത്. വലിയ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ തലയും കുത്തി കണ്ട കുളത്തിൽ വീണ് കിടക്കും. അപ്പൊ പതിയെ ലോ ഗിയറിട്ട് ഇറങ്ങിക്കോ. ചവിട്ടി നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ തെന്നിപ്പോവും. കാര്യം എന്റെ വണ്ടി കുറച്ച് സൂപ്പർ കൂടുതലുള്ള ടയറാണ് ഞാൻ ഇട്ടേക്കുന്നത്. അയ്യോ, ഇതൊന്നും അല്ല കേസ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇതിനേക്കാളും ടാസ്ക് പിടിച്ച റൂട്ടിൽ കൂടെ ആദ്യമായിട്ടല്ലേ പോണ ഈ റോഡ്. യെസ്, ഞാൻ എക്സ്പെർട്ട് ഡ്രൈവറാ, നിന്റെ കണക്കല്ല. പിന്നെ എങ്ങനെ അറിയാം? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞു കേട്ട് അവിടെ മറ്റേ ശശികണ്ഠൻ പറയുന്നത്. ഇവിടെ നേരെ മുകളിലോട്ടുള്ള വഴിയില്ലല്ലോ, വേറെ അങ്ങോട്ട് വഴിയില്ലല്ലോ. ലെഫ്റ്റില് കുഴിയാണല്ലേ? അണ്ണ എന്റെ വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് കേറുന്നില്ല. നിങ്ങളാണെങ്കിൽ കിടിലായിട്ട് കേറി വരുന്നുണ്ട്. എന്റെ വണ്ടി കിടിലായിട്ട് കേറുന്നൊക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാവോ? എന്തോന്ന്? വണ്ടി കിടന്ന് തെന്നുവാണ്. ഇറക്ക കേട്ടാ. അടുത്തത് ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. എങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ടെങ്കിലൊക്കെ പോകും. നമുക്ക് സ്ട്രെയിറ്റ് പോയാലാ? നീ എങ്ങോട്ടെങ്കിലൊക്കെ അങ്ങ് വെച്ച് പിടിച്ചോ, ഞാൻ നിന്റെ പുറകെ വരുന്നത്. ഓക്കെ. ഈ വണ്ടി കൊണ്ട് കേറി കഴിഞ്ഞാൽ തകർത്ത്. ഓക്കെ.
ഓ എന്റെ മോനെ ചവിട്ടിട്ട് നിൽക്കുന്നില്ല. ഞാനൊരു ചലഞ്ച് കയറട്ടെ, ആ ഞാൻ കേറുന്ന റോഡെല്ലാം കേറണം. അതൊക്കെ നിസ്സാരം. അതൊക്കെ എനിക്ക് ഞാൻ തരാം, പണി തരാം നോക്കട്ടെ. ഞാൻ പണ്ട് ഈ റോട്ടിൽ കൂടെയൊക്കെ SC ലോറി ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, അല്ലാതെ തന്നെ കേറി വരണം. നിസ്സാരം, നമുക്കിതൊക്കെ നിസ്സാരം. ഇവിടെ കുഴിയാട്ടാ. നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ജിപ്സിക്കാരൻ. അവനെ നമ്മൾ ചലഞ്ചിൽ തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നല്ല സ്ഥലം വല്ലതും ഉണ്ടോ നോക്കട്ടെ, ഞാൻ കേറാൻ പറ്റിയ. അടിപൊളി. ആദ്യമേ പോയാ ഇല്ല. എടുത്തോ വന്നോ കേറിക്കോ. അങ്ങനെയൊന്നും പോകില്ല മോനെ. ആരാ വണ്ടി ഓടിക്കുന്ന അറിയാം. ഞാൻ മിക്കവാറും വീഴും കേട്ടാ. ഞാൻ വണ്ടിക്കകത്ത് ചെറിയ പാട്ടിടാൻ പറ്റുന്നുണ്ട്. റേഡിയോ ഒക്കെ ഉണ്ടായാല് ഇന്നല്ല റേഡിയോ. എന്റെ വണ്ടി ഹോൺ പോലുമില്ല. ഹോൺ വരണ്ടോ മറിയാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇവൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ഈ ഏരിയൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് കേറി വരും, ഒരു സീനും ഇല്ല. ഈസി ആയിട്ട് കേറി വരൂടാ. പക്ഷെ വണ്ടി ഒന്നും പറ്റത്തില്ല. ഞാൻ കേറി. ഇത് കേറി ഇത് കേറാൻ കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, വലിയ ടാസ്ക് ഒന്നും ഇല്ല, കേറി വരും, ഈസി ആയിട്ട് വരും. ഡിഫറൻഷ്യലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് വലിക്കണോ വലിക്കണം. നീ വണ്ടി എടുത്ത് മാറ്റിക്കും. ചിലപ്പോൾ ഇതിന്റെ ബാക്കിൽ കൊണ്ട് ഞാൻ ഒരു പോക്കങ്ങ് പോകും. കണ്ടോണ്ടിരിക്കുന്നവരെല്ലാരും ലൈക്ക് അടിച്ചോ ഗൈസ്. നമ്മൾ പെട്ടിരിക്കുകയാണ്. ഓക്കെ വിഞ്ചൊന്നും വേണ്ട. വിഞ്ചിടാതെ കയറണമെന്നല്ലേ നീ പറഞ്ഞേ. കണ്ട നമ്മളെ മനഃപൂർവ്വം തോപ്പിക്കാൻ വേണ്ടിയുള്ള അവന്റെ ഐഡിയ. നമുക്ക് വിഞ്ചിട്ടിരുന്നു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തുവാണ് ഇത്? മഡാട്ടാ മൊത്തം. അണ്ണാ ഈ ബഹിരാശത്തെ ടൈം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? ഇരുട്ടി വരുന്നുണ്ട്. വണ്ടി ഇപ്പൊ മറിയും കണ്ട നിങ്ങളെ. കേറിയോ? വണ്ടി മൊത്തം ചെളിയായി. ഇല്ല, ഒരു കാര്യം ഞാൻ ഫ്രണ്ടിൽ പോവാ. പൊക്കോ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ വണ്ടി തിന്നി പോവാ. ഫ്രണ്ടിൽ നിന്ന് തോന്നണ്ടാ? ഞാൻ വലിച്ചായിരുന്നോ? വേണ്ട ഞാൻ കേറും. നീ നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഈഗോ വണ്ടി വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കോട്ടോ. ഞാൻ മാറ്റിത്തരാം. ഞാൻ ഇപ്പൊ പറയാ. ഇനി എങ്ങനെ ഹെൽപ്പ് വേണമെങ്കിൽ അണ്ണാന്ന് നീട്ടി വിളിച്ചാൽ. പോട്ടെ. ഇവിടെ മൊത്തം ചെളിയാട്ടാ. ഹെൽപ്പ് വേണോ? അല്ല അതെന്താ അത്? ഏത് ഒരു വണ്ടി കുഴിഞ്ഞൊക്കെ തലയെ കുത്തി വരുന്നു. അത് ഞാൻ ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്ത. മൂക്കും കുത്തി വരുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും. ഒരു ഹെൽപ്പ് വേണം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞോ? അല്ല, അത് വേണേ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. വേണ്ട. എനിക്ക് ആരുടെയും ഹെൽപ്പ് അയ്യോ, ഞാൻ മിക്കവാറും എന്റെ കയ്യിരിക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാലോ. അയ്യോ, എന്റെ ഇരിക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാലോ. അണ്ണ ഒന്ന് വലിക്കണേ. എനിക്ക് ആരുടെയും സഹായം എന്നെ തൊടല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. കണ്ട ഇനി നീ വീടുമ്പോ നീ എന്നെ തന്നെ വിളിക്കൂടാ. നമുക്ക് എന്നെ തന്നെ വിളിക്കും. ഈ വെള്ളത്തിൽ നിന്ന് കേറാൻ കുറച്ച് പാടാട്ടെ. ഈ വെള്ളത്തിൽ കയറാൻ എന്തായാലും നമ്മളെ വിളിക്കും. നമുക്കതൊന്നും വിഷയമല്ലാട്ടാ. ഡേഞ്ചറസ് വാട്ടർ ലെവല്. ഇത് സീനാണ് മോനെ. അണ്ണാ ഞാൻ മൊത്തം മുങ്ങിയാട്ടാ. ടീമല്ല, പജീറോ എടുത്ത് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് കേറിയാട്ടാ. അതെങ്ങനെ കേറിയെന്ന് അറിയത്തില്ല. പറയണ്ടായിരുന്നു. അണ്ണാ ഞാൻ വരും കേട്ടാ.
നമുക്ക് തന്ന ചലഞ്ചുകൾ അണ്ണ അത് പിന്നെ ഓക്കെ കണ്ട നമ്മളെ ഹെൽപ്പ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ മരത്തിൽ പിടിച്ചാലും അണ്ണനെ പിടിക്കൂലേ ഇനി. അയ്യോ അണ്ണ എന്റെ വണ്ടി പോയി, എന്റെ വണ്ടി പോയി, എന്റെ വണ്ടി പോയി, എന്റെ വണ്ടി പോയി, എന്റെ വണ്ടി പോയി. ആ പോട്ടെ, നിനക്ക് നമ്മളെ ഹെൽപ്പ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഒന്ന് മാന്യമായിട്ട് ഒന്ന് ഒരു മയത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചിലപ്പോ വേണ്ടി വരും കേട്ടാ. ഒന്ന് അഭ്യർത്ഥിക്കൂ പ്ലീസ്. അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല, ഞാൻ താനെ വരിച്ചോളാം. പിടുത്തം പിടിക്കാൻ നടന്നുണ്ടല്ലോ. ഇല്ല ഇതെന്താ അണ്ണ ഒന്ന് ആ സാധനം ഒന്ന് ഒരിക്കേ. ഓ ഞാൻ എന്താ വരുന്നുണ്ട് കേട്ടാ, ഞാൻ വരുന്നുണ്ട്. ഇതെന്ത് കുഴിയാന്നാ അണ്ണാ? അണ്ണാ എന്റെ എഞ്ചിൻ പോയി. നിക്ക്, ഞാൻ വന്ന് വലിച്ചു തരാം. ഈ പാപമല്ലേ വഴിയിലിട്ടിട്ട് പോയിന്ന് പറയരുത്. ഒന്ന് വലിച്ചാ കൊള്ളായിരുന്നു. എനിക്ക് എന്റെ ബാക്കിലോട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. നീ അവിടെ നിന്നോ. എന്റെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു ഏരിയ ആണ് ഗയ്സ്. ഓ ലെറ്റ്സ് ഗോ. ഞാൻ വരും കേട്ടോ. വണ്ടി മറിഞ്ഞ് ലാസ്റ്റ് അറ്റംപ്റ്റ് ഇതില് നടന്നു. ആ പിന്നല്ല, നടക്കാത്തായിട്ടൊന്നും ഇല്ലല്ലോ ഗയ്സ്. ഇനി പതിയെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റാർട്ടായിട്ടുണ്ട്. ലോ ഗിയർ ഇടട്ടെ, നോക്കട്ടെ കേട്ടാ. ഇപ്പൊ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്റെ വണ്ടിയും കുടുങ്ങി ഗയ്സ്. നമ്മളെ വണ്ടിയും കുടുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നീ റിവേഴ്സ് കൊടുത്തത്, റിവേഴ്സ് എടുത്തത് ഞാൻ വലിക്കാം. അങ്ങനെ ഒരിക്കല് വണ്ടി പൊളിക്കാനല്ലേ പറഞ്ഞേ? നോക്കിന്റെ ആക്സില് അമ്മേ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലി, ഇങ്ങനെ കൊല്ലാതെ. ഇവിടെ മാന്യമായിട്ട് വലിച്ചു തരുമ്പോ വെയിറ്റ് ഞാൻ കേറിക്കോളാം. ഒന്ന് വെയിറ്റ്. അവൻ കയറി നമുക്ക് കാണാം ഗയ്സ്. നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ടൊന്ന് സൈഡാക്കി തട്ടെ. വണ്ടിയിൽ ഡീസലൊക്കെ തീരാറായി. എന്നാ കേറോ? ആ ബാ അങ്ങനെ റിവേഴ്സിൽ കയറാൻ നോക്ക്. ഞാൻ വലിക്കുന്നുണ്ട്. പിടി പറഞ്ഞേ. ഓക്കെ വിട്ടോ. ഫുള്ള് കേറിട്ട് പിടി വിട്ടാ പോരായിരുന്നു. ഇല്ല അണ്ണ എന്റെ മൈലേജ് മൊത്തം ഡ്രോപ്പായി. ഇതെന്ത് കുഴിയാണോ? ഗർത്തം. അത് എന്റെ വണ്ടി അവിടെ കിടന്ന് ഇത്രയും നേരം കറങ്ങി. ഞാൻ കേറി. അത്രേ ഉള്ളൂ. അതാ പോവാ. ഇതെനിക്ക് ആരെയും ഹെൽപ്പ് വേണ്ട. ഇതാണ് ഒരുത്തന്മാരെ സഹായിക്കാത്തത്. ഒരുത്തന്മാരെ സഹായിച്ചതിന്റെ മെയിൻ കാര്യം ഇതാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയും എനിക്ക് ഒരുത്തിന്റെ ഹെൽപ്പ് വേണ്ടാവും. അണ്ണാ നമുക്ക് അറിയായിരുന്നു ഹെൽപ്പ് വേണം അണ്ണാ. വണ്ടി പോലല്ലേ? വേണ്ടി വരും. ഞാൻ ഇരിക്കട്ടോ, പതിയെ തട്ടി തരാം. വേണ്ട, ഒരാവശ്യമില്ല. വേണ്ട വണ്ടി. അയ്യോ എന്റെ വണ്ടി പൊങ്ങിയാട്ടാ. ലെറ്റ്സ് ഗോ. ഫോർ വീല്, ഓൾ വീല് എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് പെട്രോൾ ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതൊക്കെ തരാം. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കയറ്റമാണ് ഇനി നമ്മൾ കേറാനായിട്ട് പോകുന്നത്. ഇതാണോ എക്സ്ട്രീം ആയിട്ടുള്ള ഇവിടെ ഇപ്പൊ കാണാൻ നമ്മുടെ പിറകി വരുന്ന ജിപ്സി. ഞാൻ എന്നെ ബാക്കിലോട്ട് വലിച്ചു കയറ്റാൻ നോക്കുന്നു. അണ്ണാ എനിക്ക് മൈലേജ് കിട്ടുന്നില്ല ഞാൻ ഇതുവഴി കേറിയപ്പോ. അയ്യോ ഇതെന്ത് ഏറ്റവും വന്നത്? ഓക്കെ കേട്ട് വിഞ്ചിട്ട് കയറാൻ നോക്കും. ഇവിടെ വിഞ്ചിട്ട് കളി നടക്കും. എന്റെ അമ്മച്ചി. ഞാൻ കയറി. അണ്ണാ മാക്സിമം റോഡ് ഒഴിവാക്കി കേട്ടാ. മറ്റേ അയ്യോ കിട്ടോ. വിട്ടോ. സോറി. ലാസ്റ്റ് ഇനിയില്ല. വണ്ടി ഒന്ന് ലെവലായിട്ട് വിഞ്ചി വിടാൻ നോക്ക്. ഓക്കെ, ഞാൻ വലിയ പോണേ. വലിച്ചു കയറ്റി അല്ല നടക്കൂല. ഈ റോഡ് ശരിയല്ല. ഓ ഞരക്കി. അയ്യോ വിഞ്ചി വിടല്ലേ? എഞ്ചിൻ ചാള ചേട്ടാ. വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. റിപ്പയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് റിപ്പയർ ചെയ്ത് തരുമോ വണ്ടി?
ഓഫ് റോഡ് ആണ്, മണ്ണാൻ കട്ടയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന വണ്ടിയാണ്. പോന്ന് നോക്കിയേ, റിവേഴ്സ് ആയിട്ടേക്കണേ. ആ വണ്ടി ഭാഗ്യത്തിന് ഓണായി. എന്റെ എഞ്ചിൻ ഔട്ടായി കേട്ടോ മൊത്തത്തില്. അത് എന്റെ റിപ്പയർ കിറ്റ് ഉണ്ട്, ഞാൻ മുകളിൽ ചെന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്ത് തരാം. എന്റെ ഇപ്പൊ ട്രാക്ടർ സൗണ്ട് കേൾക്കുന്ന പോലെയാ കേൾക്കുന്നേ. മാറി 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 മാറി. എനിക്ക് നീ റോഡ് വേണ്ട കേട്ടോ, അഴുക്ക റോഡ്. നീ അല്ലേ എന്നെ ഇതുവഴി വിളിച്ചോണ്ട് വന്നേ, നല്ല റോഡാ. ഇപ്പൊ അങ്ങനെ ആയോ? കാരണം ഞാൻ ഇത്ര മഡാണെന്ന് അറിഞ്ഞില്ല, സത്യം പറയല്ല. ഇതൊരുമാതിരി കിളക്കാൻ കൊണ്ടുവന്നല്ലേ ആയിപ്പോയി നമ്മള്. ഇതൊക്കെ അല്ലടാ ഒരു രസമാണ്. കണ്ട എന്റെ വണ്ടി കയറി പോകുന്നുണ്ടോ? ഇത്രയേ ഉള്ളു മോനെ. എന്റെ ലാൻഡ് ക്രൂയിസർ. അയ്യോ അണ്ണാ എന്റെ എഞ്ചിൻ പോയി, എന്റെ എഞ്ചിൻ പോയി. എന്റെ വണ്ടി റിപ്പയർ ചെയ്യും. ഇതൊരുമാതിരി ട്രാക്ടർ സൗണ്ട് കേൾക്കുന്ന പോലെ കേൾക്കുന്നു ഇപ്പോ. എന്റെ വണ്ടി റിപ്പയർ ചെയ്യടാ. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയും കയറ്റി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. ഗ്യാരേജിൽ നിന്ന് അവന്റെ വണ്ടി ഇറക്കിയപ്പോ വെള്ള കളറായിരുന്നു, ഇപ്പൊ കറുത്ത കളറായിരുന്നു. പെയിന്റ് അടിക്കായിരുന്നു. ട്രാക്ടർ എന്റെ അസൽ ട്രാക്ടറിന്റെ സൗണ്ട്. ഞാനിനി മഡ് ഇറക്കുന്നില്ല മനുഷ്യ, ഉറപ്പായിട്ടും മഡ് എനിക്ക് പറ്റില്ല. ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. ഓക്കെ, ഫൈനലി നമ്മൾ റോഡ് കയറിയിരിക്കുകയാണ് കൈ. റോഡ് കയറിയതല്ല, ഇനി ഫ്രണ്ടിലോട്ടുള്ള കുഴി നോക്കിയേ, ഫ്രണ്ടിലോട്ട് റോഡിന്റെ കണ്ടീഷൻ നോക്കിയേ. അതിനാരാ അതുവഴി കയറ്റുന്നത്? ഞാൻ വരുന്നില്ല, ഞാൻ ഈ വഴി ഇറങ്ങിക്കോളാം. ഓക്കെ, ഇങ്ങനെയൊക്കെ അല്ലടാ പവർ ആവുന്നേ. കണ്ട ഇങ്ങനെയൊക്കെ പതിയെ പതിയെ. അയ്യോ അപ്പൊ എന്നെ സോറിയാണ്, എളുപ്പവഴി കണ്ടപ്പോ കയറിയതാ, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ പഞ്ചായത്തിലെ മെമ്പറിന് ഇത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണണം. സത്യം, എന്തുദ്ദേശത്തിലാണ് ഇങ്ങനത്തെ റോഡൊക്കെ? ഞാനായിരുന്നെങ്കിൽ ചോമണനെ ജയിപ്പിച്ചോടുമായിരുന്നു. ഹെൽപ്പ് വേണം. ഹലോ, വേണ്ടി വരും. വേണം വേണം വേണം, ഹെൽപ്പ് വേണം. ഓക്കെ സെറ്റ്. ഇനി എന്നെ ആരെങ്കിലും ഓക്കെ വാ പോവാ. ഞാൻ വേണമെങ്കിൽ പതിയെ തള്ളിത്തരാം. നമ്മളിത് എങ്ങോട്ടാണോ പോണേ? എനിക്കറിയില്ല, നീല്ലേ വഴി എന്നെ വിളിച്ചോണ്ട് വന്നേ. ഒരു കാര്യം ചെയ്യും. പോട്ടെ, ഞാൻ പോകുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല, പോട്ടെ. ഞാൻ പതിയെ. അയ്യോ, നിങ്ങളിത് എന്താന്ന് വെച്ചാ. ഓക്കെ ഇവിടെ കല്ല് കിടപ്പുണ്ടോ റോഡില്? ഇത് മൊത്തം മട്ടായി പോയല്ലേ ഇവിടെ. ഇതിന് പറ്റിയൊരു വണ്ടി തന്നെ ഉണ്ടായിരുന്നു, ലാൻഡ് ക്രൂയിസർ. പക്ഷെ ഞാൻ അതാണെങ്കിൽ എടുക്കാനും മറന്നു. പുല്ലുപോലെ കയറുക കൊണ്ട് വന്നിട്ട് പോലും ഇത്രയും ടാസ്ക്. ലാൻഡ് ക്രൂയിസർ കയറുവാണോ ഇതിനെക്കാട്ടും? ഡീസൽ ചെയ്യാറായാലും എത്രയും പെട്ടെന്ന് പമ്പ് കണ്ടുപിടിക്കണമല്ലോ. അയ്യോ എന്റെ വണ്ടി ഷാളായി പോയി. അണ്ണാ റിപ്പയർ കിറ്റ് ഉണ്ടെങ്കിൽ താണ എന്റെ വണ്ടി പോയി. റിപ്പയർ ചെയ്താ ഞാനെന്നാ പറക്കും. എന്റെ പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് വാ. റിപ്പയർ ആയില്ല, റിപ്പയർ ചെയ്യാൻ പറ്റുമോ? എന്റെ റിപ്പയർ കിറ്റ് ഉണ്ട് വണ്ടിയുടെ വണ്ടിയിൽ. ഓക്കെ, റിപ്പയർ ആയെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമുക്കൊരു പമ്പ് കണ്ടുപിടിക്കണം ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെയാ പമ്പ്, കാട്ടുമുക്കിലാ. ഇനി ഫ്രണ്ടിൽ ഒരു റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടല്ലോ, പണിയാണല്ലോ ഇത്. ഇവിടെ എന്തായാലും ജിപ്സി പെടും ഗൈസ്, ഉറപ്പാണ്. ജിപ്സി തന്നെയാണോ? ഇവിടെ എന്തായാലും ജിപ്സി പെടും. നമ്മളെ വണ്ടി നല്ലൊരു ഇറക്കം. ജിപ്സി പെടും. ഇറക്കില്ലേ? ഇറക്കി. ഇറങ്ങി വരുന്ന വരക്കുന്നുണ്ട്. ഞാൻ കല്ലെല്ലാം ഇടിച്ച് നീക്കിയാട്ടാ കേറി പറഞ്ഞേ. പഞ്ചേറ് വരും ഇതുപോലെ. പക്ഷെ ഞാൻ കുഴി പെട്ടുപോയി. നമ്മളെ വണ്ടി പെടുന്നുണ്ടെങ്കിൽ ജിപ്സി എന്തായാലും അവിടെ പെടും. വരക്കുന്നുണ്ടോ ജിപ്സി? പവർ പ്രോ ഡ്രൈവർ. ഈ റിവർ ക്രോസ് ചെയ്യണമല്ലോ. എനിക്ക് സ്കില്ലുള്ളോണ്ടേ ഞാൻ അങ്ങനെ പെടത്തില്ല. ഹലോ നമുക്ക് വഴി തെറ്റിയോന്ന് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. ഇല്ല പേടിക്കണ്ട. വഴി തെറ്റിയിട്ടൊന്നുമില്ല, വഴി തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല, മൊത്തം വെള്ളമാ. അത് തന്നെ എന്നാ വഴി. അവിടെ ചേട്ടൻ കുടുങ്ങിയെടുത്ത് ഞാൻ കുടുങ്ങിയില്ല. ചിലപ്പോഴേ അയ്യോ കുറച്ച് പെട്രോൾ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ എനിക്ക്. ഞാൻ കുറച്ച് പെട്രോൾ കണ്ടുപിടിക്കട്ടെ. അണ്ണാ എനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ നേരായ വഴി കൂടെ പോകാൻ പാടില്ല, മനസ്സിലായ?
അതെനിക്ക് മനസ്സിലായി. ആ നമ്മളിങ്ങനെ സൈഡ് കയറി പോണം. എടേ അവിടെ വെള്ളത്തിലൊരു വണ്ടി മുങ്ങിക്കിടക്കുക, നമുക്ക് അത് റിക്കവർ ചെയ്യാൻ പോയല്ലോ. ഏത് വണ്ടി ഏത് വണ്ടി ഏത് വണ്ടിയാന്ന് വെച്ചാൽ അപ്പൊ അതിൽ പെട്രോൾ കാണും, നമുക്ക് അതിൽ നിന്ന് റീഫിൽ അടിക്കാം. വലിയ വണ്ടിയാ, വലിയ വണ്ടിയായ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഇപ്പൊ എന്നെ ആരെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യും. ആ ഓക്കെ ഓക്കെ നിലവില് തലമുത്തി വരുന്നത്. അതങ്ങനെയാന്ന്. ഞാൻ ഇനി ജന്മത്തെടുക്കത്തില്ല ജിപ്സി. ഈ മഡുള്ള റോഡിലും പറ്റിയതല്ല ജിപ്സി. ഞാൻ വലിയ ഇല്ല ഞാൻ കയറി സീനില്ല പോട്ടെ. ഇതെന്താ നീ എന്റെ വരുന്ന തലമുതി തീയും പുകയൊക്കെ വരുന്ന കേസ് അവന്റെ വണ്ടി. നമ്മുടെ വണ്ടി ഓഫായി കേസ്. ഞാൻ മുങ്ങിയാട്ടാ, മൊത്തത്തിൽ മുങ്ങി. ആ പോട്ടെ എന്റെ പെട്രോൾ തീരാറായാട്ടാ. നീ എന്റെ വണ്ടിക്ക് അത് 150 ലിറ്റർ ഡീസലുണ്ട്, വേണമെങ്കിൽ എടുത്ത് അടിച്ചോ. മറിയോ അടിച്ചാ ഡീസൽ അടിച്ചാ? ഇല്ല അടിക്ക മൊത്തം തീരട്ടെ. ആ കേറിക്ക നൈസ് അടിപൊളി. കേന്ദ്രല്ല അവിടെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കണുണ്ടോ? നേരെ എന്റെ കണ്ണി പിടിക്കില്ലാട്ടാ. നേരെ ഫ്രണ്ടിൽ ഒരു വണ്ടി മറിഞ്ഞു കിടപ്പുണ്ട് കേസ്. നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഡീസൽ അടിച്ച് മാറ്റാനായിട്ടാണ് നോക്കുന്നത്. വല്ലാത്തൊരു റോഡായിപ്പോയി. ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങണം കേട്ടോ, വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാൽ ഇപ്പൊ മുങ്ങിച്ചാവും. ഈ സൈഡിൽ കൂടെ വാ. ജിപ്സിയൊക്കെ മുങ്ങി കിടക്കുക, മറ്റേ കൊച്ചു പിള്ളേരെ കൊണ്ട് മറ്റേ കുടത്തിലിടത്തില്ലേ അതുപോലെ കിടക്കുക ജിപ്സി. എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്ന ഈ റോഡിന് പറ്റിയതല്ല അണ്ണാ. ദൈവത്തിന്റെ കൂടി പറഞ്ഞൊന്ന് പകലാക്കോ. ആ ഇപ്പൊ ശരി. നീ എന്റെ കുട്ടി ഒന്ന് വിട്ട് ഞാൻ വിട്ട്. ഓക്കെ ഗൈസ്. അമ്മച്ചിയും അമ്മയുടെ അമ്മൂമ്മയും വെറുതെ ഇരിക്കുന്നവരൊക്കെ വിളിക്കുന്നതിനാ. ആടാ ഇത് ട്രാക്ടർ ആട്ടാ, ട്രാക്ടർ. അണ്ണാ കുറച്ച് പെട്രോൾ ഒന്ന് സഹായിക്കണേ, പെട്രോൾ തീർന്ന്. പിറകെ വരുന്ന സൗണ്ട് കേട്ടോ. ആ അത്രേ ഉള്ളൂ. പിന്നെ അല്ല കേറി അണ്ണാന്റെ അടുത്ത് എത്താറായി. അണ്ണാ കുറച്ച് പെട്രോളാ, 3 ലിറ്ററേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തീരും. അണ്ണായി കുറച്ച് അടിച്ചാ? ഞാൻ പോലും അറിയാതെ അടിച്ചാ. അയ്യോ ഇതെന്ത് ഇങ്ങോട്ട് പോണേ? വെള്ളത്തിൽ പോയി തെന്നി പോയതാ. ഇനി എങ്ങോട്ടുള്ള റോഡ് വളരെ റിസ്ക് പിടിച്ച റോഡാണ് ഗൈസ്. റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി കയറി പോകാൻ പറ്റും. ഞാനും വിഞ്ചിട്ടിട്ട് കയറാട്ടെ, അല്ലെങ്കിൽ ഓക്കെ. റോഡ് ഫ്രണ്ട് കാണുന്നുണ്ട്, പക്ഷെ റോഡ് കയറുന്നതിന് നമ്മൾ തലയും കുത്തി വെള്ളത്തിൽ വീഴുമെന്ന് ചെറിയ സംശയമുണ്ട് കേട്ടോ. ഓക്കെ ഈ സൈഡില് കേട്ടാ, ആ സൈഡിൽ കൂടെ വരുമ്പോഴേ വിഞ്ചിട്ട് വരാവൂ കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ, വിഞ്ചിട്ടേ വരണുള്ളൂ. ഒരു വണ്ടി നിറച്ച് റിപ്പയർ സാധനം അവിടെ കിടക്കുന്നു. അപ്പൊ നമ്മുടെ വണ്ടി റിപ്പയർ ഉള്ള സാധനം അല്ലാത്തൊന്നും കിട്ടും. അതെങ്ങനെയെങ്കിലും വലിച്ച് കരയെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി. എന്റെ ജിപ്സി കല്ലും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ലോഡ് ഒരു സെക്കൻഡേ. ജിപ്സി ആണ്, ഒരു ജിപ്സി. കേറി വാ. കേറ്. അയ്യോ ഞാൻ ഇപ്പൊ മറിയും കേട്ടാ മിക്കവാറും. വായോ. ലെറ്റ്സ് ഗോ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കൈ. ഫുള്ള് വിഞ്ചിന്റെ കളിയാട്ടോ, വിഞ്ചില്ലാതെ നടക്കുന്നില്ല. ഇത് ഫുള്ളും മഡാ ഇവിടെ. ഞാൻ ഡിഫറൻഷ്യൽ ലോക്ക് പോയി. ഒരു സെക്കൻഡ്. ഈ വണ്ടി എന്താന്ന് പെട്ടെന്ന് മറിയുന്നേ ജിപ്സി? അല്ലെങ്കിൽ കേറത്തില്ല, ഒന്നാമതേ മഡാ. തീയും പുകയൊക്കെ ആയിട്ടാണോ വരുന്നത് കേട്ടോ. വണ്ടിയുടെ ബാക്കിൽ നിന്ന് പൊട്ടുന്ന പൊട്ടലുണ്ടോ? കേറി. ഞാൻ കേറി. പജേറോ കുറച്ച് ഹൈറ്റ് കൂട്ടായിരുന്നു. പജേറോ മാക്സിമം ഹൈറ്റ് വെച്ചേക്കുന്നത്. ഇനി ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇനി ഇതിൽ കൂടുതൽ ഹൈറ്റിൽ വെക്കാൻ പറ്റത്തില്ല. ഞാനും വരുന്ന കേട്ടാ വിഞ്ചിട്ടിട്ട്.
ടോമണ്ണന്റെ കുണ്ടിയിലിട്ടാ വിഞ്ചിട്ടേക്കണേ. സോറി. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. പതിയെ എവിടെങ്കിലൊക്കെ പിടിച്ചു കയറി വന്നാൽ മതി കേട്ടോ. കട്ടച്ചെളിയാട്ടാ കട്ടച്ചെളി. ആവേശമൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പാറയുള്ളവരുണ്ട്. പോട്ടെ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, വലിയ ആവേശമൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഇപ്പം അറിയായിരുന്നു പജേറോ. പജീറ ഓടിക്കുന്ന ഡ്രൈവർ ആരാ? എന്നോടെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് വരിക. ഇതെന്ത് വെള്ളോടാ? അണ്ണ ഞാൻ വെള്ളത്തിലാട്ടാ. കേറിക്കോ. അണ്ണൻ കേറുന്ന പോലെ ഇരിക്കും ഞാൻ കേറുന്നേ. ഓക്കെ ഞാൻ കേറി. ഇവിടെ നിന്ന് എങ്ങനെങ്കിലും നമുക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വണ്ടി കേറി വാടാ. ലെറ്റ്സ് ഗോ. ഫൈനലി കേറിയാട്ടാ. അടുത്ത് വീണ്ടും കുഴിയാ. ഈ പജേറാണ് പോണ വഴിയെല്ലാം കുഴിച്ചോണ്ട് പോണത്. ഇനി അങ്ങനെ പറ. ഓക്കെ, ഫ്രണ്ടിലൊരു മരം ഉണ്ട് കേട്ടോ. പതിയെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് എന്റെ ബാക്കിലോട്ട് വിഞ്ചിട്ട് വന്നു. ഓക്കെ പെട്ടെന്ന് വരിക. ഞാൻ എപ്പോഴും ഈ കുഴി വീണ് കിടക്കും. എന്റെ ജീവിതം ഈ കുഴിയില, എപ്പോഴും കുഴിയാ. ഓക്കെ വിഞ്ചിട്ട് ഞാൻ നല്ല നീളമുള്ള വിഞ്ചിട്ടിട്ടാണ് കേട്ടാ. എനിക്ക് എത്ര ദൂരം വേണേ വിഞ്ചിട്ട് വരാൻ പറ്റും. വേണമെങ്കിൽ അങ്ങ് പോകുന്ന ടോമണനെ വരെ പിടിക്കാൻ പറ്റും എനിക്ക്. അങ്ങനത്തെ വിഞ്ച. അയ്യോ ശരി, പ്രശ്നമുണ്ടല്ലോ. എന്ത്? ഇവിടെ നിന്ന് കരയിലോട്ട് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ട്രിപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വണ്ടി നമുക്ക് പണിഞ്ഞിട്ടേ. അതായിരിക്കും നല്ലത്. ഞാനും അതാ പറയുന്നേ. വണ്ടി പണിഞ്ഞ് ഫുള്ള് സെറ്റപ്പ് ആക്കി ഡീസൽ ചെയ്തിട്ട് റിപ്പയർ പാർട്സിനെ വലിക്കുന്നുണ്ടാ? അതിനടുത്ത് അവിടെ ഇവിടെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം തലയും കുത്തി നമ്മുടെ തലയും കുത്തി വീഴും. ഓക്കെ, ഇങ്ങനെ ഇട്ട് വലിക്കാൻ പറ്റുമോ നോക്കാവേ. ഞാനും അണ്ണാ ഒരാൾക്കല്ലേ വലിക്കാൻ പറ്റും ഒറ്റ ടൈം? ഞാൻ വലിച്ചു നോക്കാം. എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ അങ്ങനെ ഞാൻ വലിച്ചോക്കട്ടെ. വരുന്നുണ്ട് കേട്ടാ. കല്ലി തട്ടിക്കും കേട്ടാ. ഇവിടെട്ടാ ഒരു സെക്കൻഡ്. എങ്ങാനും വന്നാലേ ഒരു കാര്യം ചെയ്യാം. അണ്ണ അതിനെ വിളി, ഞാൻ അണ്ണനെ വിളിക്കാം. അത് പറ്റത്തില്ലല്ലേ? എവിടെ പോകുന്നു? ഇതിനെക്കാട്ട് ഞാൻ വലിച്ചപ്പോ വന്ന്. എനിക്ക് അണ്ണനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഒന്നിച്ച് വലിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ബാക്കിൽ പോയി തള്ളിത്തരാം. ടീം വർക്ക് ചെയ്യാം. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഞാന് റെക്കോർഡിങ്ങിന്റെ പിന്നും ഫുള്ളായി. ഔട്ട്പുട്ട് നിർത്തുന്ന റെക്കോർഡിങ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താം. വലിച്ചു കേൾപ്പിച്ച് നിർത്താം. ഞാൻ ആ സാധനം പോയി തള്ളിത്തരാം. വീട്ടിൽ ഞാൻ ബാക്കിൽ നിന്ന് തള്ളിത്തരാം. ഇത് വലിക്കാൻ പറഞ്ഞപ്പോ വണ്ടി ഫ്രണ്ടിലോട്ട് ഞാൻ പോയിട്ട് അതിനെ തള്ളിത്തരാം. വീട്ടിൽ വേണ്ട, നടക്കൂല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇതെന്താ ഏതാ ഞാനെന്താ ഇങ്ങനെയൊക്കെ പോന്നെ? ഞാനോ? ഞാൻ മര്യാദക്കല്ലേ മനുഷ്യ പോന്നെ. അലയും കുത്തിയൊക്കെ പോകുന്നത്. അപ്പൊ നിർത്താം. ഇനിയിപ്പോഴേ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമ്മളിവിടെ റിപ്പയർ ചെയ്തിട്ട് പോവാം. ഇവിടെ നിന്ന് ബാക്കി ഓഫ് റോഡ് ഇവിടെ നിന്ന് ബാക്കി അടുത്ത ദിവസം. ഇത് എനിക്ക് തോന്നേ ഇത് വലിച്ചേറ്റുള്ള സാധനം അല്ലെന്നാ തോന്നേ. ഇത് ഇവിടത്തെ ഗവൺമെന്റ് വെച്ചിങ്ങനെയാണെന്നാ തോന്നേ. ഇത് വലിച്ചോണ്ട് ഇത് പോകുന്ന വഴിക്ക് ആരോ കളഞ്ഞിട്ട് പോയതാ. അല്ല, ഓരോ വണ്ടി ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് റിപ്പയർ ചെയ്തിട്ട് പോകുന്ന സാധനമാണെന്നാ തോന്നേ.